മിക്ക ട്രേഡേഴ്സും എസ്പെഷ്യലി പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ എടുത്തിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ അഗ്രി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ആക്ഷനാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡിങ്ങിനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് നമ്മൾ നിഫ്റ്റിയിലും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഇൻഡെക്സുകളിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്കുകളിലും നമ്മൾ ഇക്വിറ്റി സെഗ്മെൻറ്റിലും നമ്മൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡുകൾ എടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് അതല്ല. ക്രിപ്റ്റോ കറൻസീസിൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ കുറേ പേരുടെ ഇടയിൽ ഒരു ഡൗട്ട് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നിലവിൽ ബാൻ ചെയ്തിട്ടില്ല, പക്ഷേ ചിലപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഫുൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസീസിൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാം നിഫ്റ്റി ആണെങ്കിലും അതെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അതെ, അതൊരു ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്കുകളാണെങ്കിലും അതെ. ഇതിൻ്റെ എല്ലാം ബേസിസ് അല്ലെങ്കിൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സപ്ലൈയും ഡിമാൻഡുമാണ്. ആൾക്കാർക്ക് ഇത് മേടിക്കാനും വിൽക്കാനുമുള്ള ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അതാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു കാരണം തന്നെ. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയിലും അതേ കോർ പ്രിൻസിപ്പിൾ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയുടെയും ബേസ്, അതായത് സപ്ലൈയും ഡിമാൻഡും. അപ്പോൾ സപ്ലൈയും ഡിമാൻഡും വർക്കാവുന്ന എന്തിനു വേണമെന്നുണ്ടെങ്കിലും പ്രൈസ് ആക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ പറ്റും, ഇൻഡെക്സുകളിൽ, സ്റ്റോക്കുകളിൽ, കമ്മോഡിറ്റികളിൽ സപ്ലൈ ഡിമാൻഡ് എവിടെയൊക്കെയാണ് അപ്ലിക്കബിൾ അവിടെയൊക്കെ പ്രൈസ് ആക്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് പ്രൈസ് ആക്ഷൻ ക്രിപ്റ്റോ കറൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് നോക്കിയിട്ട് അത് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് ജനറലിൽ പറയും. ഇപ്പോൾ മോസ്റ്റ് ഫേമസ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. അപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ എന്നാണ് ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ ജനറലി മീൻ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. അപ്പോൾ ഈ ബിറ്റ്കോയിനിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സപ്ലൈയും ഡിമാൻഡിൻ്റെയും ബേസിസിലാണ് ബിറ്റ്കോയിനും വർക്ക് ചെയ്യുന്നത്. അതായത് ആൾക്കാർ വാങ്ങാനും വിൽക്കാനും ഉള്ളതുകൊണ്ട് തന്നെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസസിലും ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കുകളിലും അങ്ങനെ തന്നെയാണ്, ആൾക്കാർ മേടിക്കാനും വിൽക്കാനും ഉള്ളതുകൊണ്ട് സപ്ലൈയും ഡിമാൻഡിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടാണ് സ്റ്റോക്കുകളിലും പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നത്. സെയിം കോൺസെപ്റ്റിലാണ് ബിറ്റ്കോയിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇക്വിറ്റി സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ എൻ്റെ മുന്നിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3 ക്രിപ്റ്റോ കറൻസിയുടെ ബിറ്റ്കോയിൻ ഉണ്ട്, ഡോജ് കോയിൻ ഉണ്ട്, അതേമാതിരി ഷീബു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ, ഷീബു എന്ന് പറഞ്ഞിട്ടൊരു കോയിനും ഉണ്ട്. അപ്പോൾ ഇവരുടെ ചാർട്ടൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരുവിധ പ്രൈസ് ആക്ഷൻ പാറ്റേൺസോ ഒന്നും ഞാൻ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഒരുമിച്ച് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇനിയിപ്പോൾ ഞാനൊരു 4 പ്രൈസ് ആക്ഷൻ പാറ്റേൺ എടുത്തു വെച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് പറയാം ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടായി അത് കണ്ടുപിടിച്ച് കാണിച്ചു തന്നാണ്. അപ്പം ഞാനത് ചെയ്യുന്നില്ല. ഞാനും ഒന്നും ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം എങ്ങനെയാണ് ഇതിൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ബിറ്റ്കോയിൻ്റെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് ആദ്യം തന്നെ പാറ്റേൺസ് നോക്കാം. അപ്പോൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്താണ് ബേസിക്കലി നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് കൺഫർമേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെടുന്ന ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു റീജിയനിൽ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ഒരു നല്ലൊരു ഫോൾ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 1% ഫോൾ, 1.5% ഫോൾ ഇവിടെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ് നമുക്ക് പറയാം. അതുമാതിരി നമുക്ക് വേറെ പ്രൈസ് ആക്ഷൻ പാറ്റേൺ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്ത് വരായിരുന്നു. ബ്രേക്കൗട്ടിന് ശേഷം നല്ല പോലെ നമുക്കൊരു 13%, 14% ഒരു ഫോൾ ഇവിടെ നമുക്ക് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ തന്നെ പറ്റും. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് 15% ഫോൾ വരെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ്. ഇത് ജസ്റ്റ് ബിറ്റ്കോയിൻ്റെ ഉള്ളിലെ കുറച്ച് പാറ്റേൺസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ ഇവിടെ വേറൊരു പാറ്റേൺ നമുക്ക് കാണാം, കണ്ടില്ലേ? ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു വെഡ്ജ് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഡൗൺവേർഡ് ബ്രേക്കൗട്ട് നമുക്ക് കിട്ടി. ഇനി അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു പോയിന്റിൽ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ പ്രൈസ് ഇവിടെ എത്തിയിട്ടുണ്ടോ പ്രൈസ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴോട്ട് വരും. വീണ്ടും പ്രൈസ് മുകളിൽ കയറി ഇപ്പോൾ ഇവിടെ ഒരു സപ്ലൈ സോണാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പ്രൈസ് വീണ്ടും താഴോട്ട് വരികയാണ്. അപ്പോൾ ബേസിക്കലി സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറൊരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടില്ലേ? ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 3% ഒരു മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ട്രെൻഡ് ലൈനിന് വരെ ഒരു ചാനൽ പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്താ കാണാൻ പറ്റുക? അപ്പോൾ ഇവിടെ വേറൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വീണ്ടും ഒരു 3% മൂവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ബിറ്റ്കോയിനിലെ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ബോധം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഡോജ് കോയിൻ എന്ന് പറഞ്ഞൊരു കോയിനിൽ അതിലേക്ക് നോക്കാം. അപ്പോൾ ഡോജ് കോയിൻ നിങ്ങൾ ഈ എടുത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവും ഡോജ് കോയിൻ ആയിരിക്കും. കാരണം ഭയങ്കര വൈറലായി ഈ ഡോജ് കോയിൻ. ഒരു മീം, ഒരു തമാശ എന്നുള്ളൊരു നിലയിൽ ഉണ്ടാക്കിയ ഒരു കോയിനാണ് ഡോജ് കോയിൻ. പക്ഷേ ആ തമാശ തന്നെ ഇതിനെ വളരെ വലിയൊരു സക്സസ് ആക്കി. ഡോജ് കോയിൻ ഭയങ്കര ഫേമസ് ക്രിപ്റ്റോ കറൻസികളിലൊന്നാണ് ഇപ്പോൾ ഡോജ് കോയിൻ. ഇപ്പോൾ ഡോജ് കോയിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു റഫ് എന്താ പറയുക, ഒരു W പാറ്റേൺ വരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രൈസ് ആദ്യം ഇങ്ങനെ ഒന്ന് താഴ്ന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കയറി, അങ്ങനെ W പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റി, അല്ലേ? അപ്പോൾ ഇതും പ്രൈസ് ആക്ഷനിലുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പ്രൈസിൽ ഒരു സപ്ലൈ അല്ലെങ്കിൽ റിജക്ഷൻ ഫേസ് ചെയ്യും, പ്രൈസ് നല്ലപോലെ താഴോട്ട് വരും. അതുപോലെ തന്നെ ഇവിടെയും നമുക്കത് കാണാനായിട്ട് പറ്റി. ഒരു ഫോൾസ് ബ്രേക്കൗട്ട് തന്നു, തിരിച്ച് താഴോട്ട് പോയി. ഇനി അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു പാറ്റേൺ കാണാൻ പറ്റി, കണ്ടില്ലേ? ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ മാതിരി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു റഫ് ട്രയാങ്കിൾ പാറ്റേൺ ആണ് നമുക്കിവിടെ കിട്ടിയത്. ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പോലെ ഒരു ഫോൾ ഇവിടെ നടന്നിട്ടുണ്ട്. ബ്രേക്കൗട്ടിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 9-10% ഒരു ഫോള് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുമാതിരി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ കൺസോൾട്ടേഷൻ, ട്രയാങ്കിൾ പാറ്റേൺ കൺസോൾട്ടേഷൻ കഴിയുമ്പോൾ നല്ല പോലത്തെ ബ്രേക്കൗട്ടുകളാണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം നിങ്ങൾ മനസ്സിലാവും, ഭയങ്കര വോളറ്റൈലാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി, കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടത്തി പെട്ടെന്നൊരു വിക്ക് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ജസ്റ്റ് മുകളിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ് ആയിട്ടാണ് 10% ഫോളൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ വോളറ്റിലിറ്റി തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നം തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റുകളും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസുകളും ട്രിഗർ ആവും. അപ്പോൾ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമുക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസുകളും സംഭവിക്കുക. അപ്പോൾ പ്രോഫിറ്റ് വളരെ വലിയ പ്രോഫിറ്റാണ് ഉണ്ടാവുക, ലോസും അതുപോലെ തന്നെയാണ്. അപ്പോൾ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡോജ് കോയിൻ അല്ല ക്രിപ്റ്റോ കറൻസി മൊത്തത്തിൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ പഠിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. അപ്പോൾ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിരുന്നു ഇവിടെ മാർക്കറ്റ്. റേഞ്ച് ബൗണ്ടിൽ നിന്ന് ബ്രേക്കൗട്ട് വന്നു, നല്ല പോലെ ഒരു ഫോൾ ഇവിടെ കിട്ടി. ഇപ്പോൾ ഡോജ് കോയിനും നമ്മൾ നോക്കി. ഇനി നമുക്ക് ഷീബു എന്ന് പറഞ്ഞൊരു കോയിനും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഷീബു കോയിനും ഈ അടുത്ത് വന്നാണ്, പക്ഷേ പെട്ടെന്ന് ക്ലിക്കായ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഷീബു. അപ്പോൾ ഇവിടെ ഷീബുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സംഭവം, നമുക്കൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇല്ല, ഇത് ഒരു റെസിസ്റ്റൻസ് സോണാണ്, അതുപോലെ തന്നെ ഇത് ഒരു സപ്പോർട്ട് സോണാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്രൈസ് ഈ റെസിസ്റ്റൻസിൽ എടുത്തിട്ട് തിരിച്ച് റിജക്ഷൻ ഫേസ് ചെയ്ത് താഴേക്ക് വന്നു. അതുപോലെ ഇവിടെയും റെസിസ്റ്റൻസ് താഴേക്ക് വന്നു. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഈക്വലി മുകളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം, കണ്ടില്ലേ? ഓൾമോസ്റ്റ് 11%, 12% ഒക്കെയാണ് മൂവ്സ് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര വോളറ്റൈലാണ്, ഭയങ്കര ക്വിക്കാണ് ക്രിപ്റ്റോ കറൻസിയിലെ മൂവ്മെൻറ്റുകൾ. ഇനി അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റി, കണ്ടില്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട്, ട്രയാങ്കിൾ അല്ല ഒരു വെഡ്ജ് പാറ്റേണിൽ നിന്ന് ബ്രേക്കൗട്ട്, ഒരു ചെറിയൊരു ടാർഗറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3%, 4% ടാർഗറ്റ് ഇവിടെ നീങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ നോക്കാം. ഇവിടെ വീണ്ടും ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇഷ്ടംമാതിരി പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സ്റ്റോക്കുകൾ കാണുന്നതിലും ഒരുപക്ഷെ കൂടുതലും ഇവിടെ നമുക്ക് കാണാം. ഒരു കമ്പാരിസൺ മാതിരി നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സ്റ്റോക്കുകളിൽ ഒരു 3 മണിക്കൂറിൽ നടക്കുന്ന കാര്യങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു അരമണിക്കൂറിൽ നടക്കും.
അപ്പോൾ സ്റ്റോക്ക് ഒരു 3 മണിക്കൂർ എടുത്ത് 3% നീങ്ങുമ്പോൾ അല്ലെങ്കിൽ 4% നീങ്ങുമ്പോൾ ക്രിപ്റ്റോ കറൻസി ഇതേ സംഭവം ഒരു 30 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റിൽ ക്രിപ്റ്റോ കറൻസി ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ പ്രത്യേകത. ഭയങ്കര സ്പീഡി മൂവ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റുകൾ ക്യാച്ച് ചെയ്യാൻ പഠിച്ചാൽ ക്വിക്കായിട്ട് കുറേ ട്രേഡുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പല രീതികളുണ്ട്, പല സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന 2 ടൂൾസ് ആയിരിക്കും, ബൈനാൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വസീറക്സ് എന്ന് പറഞ്ഞിട്ടും 2 പ്ലാറ്റ്ഫോമുകളാണ് മെയിനായിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അതിൻ്റെ ആപ്പ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി അതല്ല, നിങ്ങൾക്ക് ബൈനാൻസിനെ കുറിച്ച്, ബൈനാൻസ് ആണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബൈനാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബൈനാൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡിംഗ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് ക്രിപ്റ്റോ കറൻസിയും പ്രൈസ് ആക്ഷനും ബേസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.